ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ പലപ്പോഴും നമുക്ക് അറിവുണ്ടായിട്ടും പരസ്പര സ്നേഹമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു എന്ന് ചോദിച്ചാൽ, ഇവയേക്കാൾ കൂടുതൽ പ്രാധാന്യം നാം നൽകേണ്ടത് വിശ്വാസത്തിനാണ് എന്നൊരു ബോധ്യം നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ആഴമായ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് സുദൃഢമായ ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ അന്തരീക്ഷനാഥനോട് സുഖപ്പെടുത്തുവാനാകെ ആവശ്യപ്പെടുമ്പോൾ യേശുനാഥൻ അവരോട് ചോദിക്കുന്നത്, ഇതെനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുനാഥൻ അപ്രകാരം ചോദിക്കുന്നത് യേശുനാഥന് തൻ്റെ ശക്തിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ആഴമുള്ള വിശ്വാസമാണ് ക്രിസ്തുവുമായുള്ള ബന്ധം നിശ്ചയിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് യേശുനാഥൻ പറയുന്നതിലൂടെ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ, വിശ്വസിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് യേശുനാഥൻ പറയുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം എന്ന സത്യം യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തുന്നു. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമാണ് ദൈവവുമായുള്ള ബന്ധം നിശ്ചയിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ദൂതൻ സക്കറിയ പ്രവാചകനോട്, യഥാകാലം പൂർത്തിയാകേണ്ട വചനം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരുമെന്ന് പറയുന്നതിലൂടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമല്ല, അതിലുപരിയായി വിശ്വാസത്തിന് പ്രാധാന്യം നൽകുമ്പോഴാണ് നാം ദൈവത്തിന് സ്വീകാര്യരാകുന്നത് എന്നൊരു സത്യമാണ് യേശുനാഥൻ വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ, ദൈവത്തെ അത്രയേറെ അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്ത മർത്തിയോട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് യേശുനാഥൻ പറയുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം ചെയ്യേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് എന്ന സത്യമാണ് യേശുനാഥൻ വെളിപ്പെടുത്തുന്നത്. കാരണം നമുക്ക് നിത്യജീവൻ നേടിത്തരുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 16:31 നാം വായിക്കുന്നത്, കർത്താവാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നില്ല? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ പത്രോസ് ലീഹായോട് യേശുനാഥൻ പറയുന്നു, അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു? വീണ്ടും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാനാൻകാരി സ്ത്രീയോട് യേശുനാഥൻ പറയുന്നത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഈ രണ്ട് വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന സത്യമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന സത്യമാണ് യേശുനാഥൻ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് ദൈവം, എന്നാൽ സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ വേണം നാം ചോദിക്കുവാൻ. സംശയമനസ്കനും ചഞ്ചല പ്രകൃതനുമായൊരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കുമെന്ന് കരുതേണ്ട. ഈ ഒരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതിനാൽ പ്രിയ സഹോദരരെ, നാം മനസ്സിലാക്കേണ്ടത്, ആ ഗോഡ് ഈസ് റിച്ച്, നമ്മുടെ ദൈവം സമ്പന്നനാണ്. ആ സമ്പത്ത് നമുക്കായി പകർന്നു തരുവാനും ദൈവം തയ്യാറാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി 4:19 പൗലോസ് ലീഹ പറയുന്നത്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ക്രിസ്തു വഴി തരും. എന്നാൽ നാം ആഗ്രഹിച്ചിട്ടും ദൈവം നമുക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് ദൈവം നമുക്ക് നൽകുന്നത്. കാരണം വിശ്വാസത്തിൻ്റെ ആഴമാണ് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായർ 11:6 നാം വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുവാനും അങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ വിശുദ്ധിക്കെതിരായി ഒന്നും എൻ്റെ ഭാഗത്ത് സംഭവിക്കുകയില്ല തീരുമാനമെടുത്തുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായി, ഈ വചന ശുശ്രൂഷ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അങ്ങനെ വചന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാ നിയോഗങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.